രാത്രി ചോറുണ്ണുന്നതിന് പകരമായിട്ട് വല്ല ചപ്പാത്തി പൊറോട്ടയോ പൂരിയോ കഴിച്ചിട്ട് ഇങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് വരാറുണ്ടോ? ഷടാ, ഇനിയിപ്പോൾ രാത്രി ഉറക്കത്തിൽ വിശന്നാലോ, ചോറുണ്ണാതെയല്ലേ നമ്മൾ കിടക്കണേ. എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചോറും കറികളും ഉണ്ടാക്കാനും അത് കഴിക്കാനാണ് പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ ഈ കുട്ടി സംഘമൊക്കെ വലുതായി പിന്നെ അവർക്ക് എന്നും ഈ ചോറും കറിയും എന്നുള്ള പരിപാടി ഇഷ്ടമല്ലാണ്ടായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ കേരളവും ഇന്ത്യൻ മഹാരാജ്യവും കടന്നങ്ങ് ബർമയും കൊറിയയും സ്വീഡനും ജപ്പാനിലും ഉള്ള ഫുഡുകളൊക്കെ ഞങ്ങൾ യൂട്യൂബ് വഴി ഗവേഷണം ചെയ്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ നല്ല തന്നെയായിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു കഴിക്കാൻ. പക്ഷേ അതൊന്നും എൻ്റെ കംഫർട്ട് ഫുഡ് ലിസ്റ്റിൽ പെടുന്ന ഐറ്റംസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് എനിക്കൊരു റെസിപ്പി കിട്ടി. അത് വിത്ത് ലവ് മേഗൻ എന്ന് പറഞ്ഞിട്ട് മേഗൻ മാർക്കലിൻ്റെ ഒരു TV ഷോയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. അത് സംഭവം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പാസ്തയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതെൻ്റെ കംഫർട്ട് ഫുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറി ടൊമാറ്റോസ് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യുക, 2 പീസാക്കുക. എന്നിട്ട് അതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് പണിയെടുത്താൽ മതി. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താ ഉണ്ടാക്കാമെന്നുള്ള ചിന്ത വരുമ്പോൾ ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് പണി തീരല്ലോ, അതായത് കുക്കിംഗ് പണി പെട്ടെന്ന് തീരല്ലോ എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കാനായിട്ടാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് ഈ ചോറ് മാറ്റി പിടിക്കണം എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ബേസിൽ ലീവ്സ് വേണം. അത് ഒരു ദിവസം മുന്നേ വാങ്ങിയോണ്ട് ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി അങ്ങ് എടുത്തിട്ട് ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഓയിലായിട്ട് ഞാൻ ഒലീവ് ഓയിലാണ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇതിലേക്ക് ചേരില്ല. പിന്നെ ഈ സൺഫ്ലവർ ഓയിൽ വേറെ നിവൃത്തിയില്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ലെമൺ സെസ്റ്റാണ്. അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ പാസ്തയ്ക്ക് കിട്ടും. പിന്നെ ഞാൻ ഓൾറെഡി പാസ്ത കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രം മറ്റേ പാനിലോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മുടെ പാൻ അവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്ക് ചെയ്ത പാസ്തയും അതിൻ്റെ വെള്ളം അടക്കം ഡയറക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ്സിൻ്റെ താഴെ ഇനി കുക്കിംഗ് വേണ്ടി വരുന്നുള്ളൂ. കാരണം നമ്മുടെ പാസ്തയൊക്കെ ഓൾറെഡി കുക്ക് ചെയ്ത് കിട്ടിയതാണ്. ജസ്റ്റ് ആ ഒരു ചെറിയ ടൊമാറ്റോസും പിന്നെ ആ ബേസിൽ ലീവ്സും ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ കുറച്ച് ചിക്കൻ കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ക്യാപ്ഷനിലുണ്ട്. ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ, അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതാ നമ്മുടെ പാസ്ത മൊത്തത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ടൊമാറ്റോസും ബേസിൽ ലീവ്സും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു 2 സ്ലൈസ് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ വാട്ടർ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ഈ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു തിക്നെസ് കിട്ടാനായിട്ട് ഈ ഒരു ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അത് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും പറയണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ എങ്ങാനും കാണാം അല്ലേ. ഓക്കെ, ബൈ.